ഇനിയും കുറച്ച് ദിവസം നമുക്ക് പഴയ കുറച്ച് വീഡിയോസ് കാണാം. പഴയെന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ ലാസ്റ്റ് ടൈമിൽ നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. ജപ്പാനൊക്കെ പോയതിന് ശേഷം നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് അച്ഛനും അമ്മയും ഞാനും ഏട്ടനും കൂടെ കല്ലേലി ഊരാളി അപ്പുപ്പൻകാവ് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. റീൽസിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. പക്ഷെ ഫേമസ് ആവാൻ കാരണമുണ്ട് കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആട്ടോ അമ്പലം. കാടിനകത്താട്ടോ, പത്തനംതിട്ട ജില്ലയിലെ കാടിനകത്ത് ഈ അമ്പലം. അവിടെ അകത്ത് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ അധികം എടുത്തില്ല. പിന്നെ നമ്മൾ അവിടുന്ന് അന്നദാനമൊക്കെ കഴിച്ചിട്ട് അവിടെ അച്ചൻകോവിലാറിൻ്റെ ഒരു തീരത്താട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മൗണ്ടൻ്റെ ദേവൻ ആണ് ഊരാളി അപ്പൂപ്പൻ എന്നാണ് പറയുന്നത്. ആ ഒരു കാടിൻ്റെ ദേവൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒരു പ്രത്യേക സന്തോഷമായിട്ട് ഈ അമ്പലത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങിയപ്പോൾ തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തെന്മല ഡാം കാണാനാട്ടോ പോയത്. അപ്പോൾ ഡാമിൻ്റെ അവിടെയൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര വെയിൽ, ഉച്ച സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വെയിൽ സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ടും ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ വന്ന്, ഇനി എന്ന് വരാൻ. അപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഏട്ടൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇതുപോലെ കുറേ ഫോട്ടോയും അതും ഇതുമൊക്കെ എടുത്ത് എൻ്റെ കാലിലെ ചെരുപ്പ് നോക്കണേ, എന്തോ റബ്ബർ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട്. കാരണം ഞാൻ ജപ്പാനിൽ പോയി ബൂട്ടൊക്കെ ഇട്ട് എൻ്റെ കാലിൻ്റെ പരുവ മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സാധാ ചെരുപ്പൊക്കെ ഇട്ടുണ്ട് കേട്ടോ വന്ന്. അത് കഴിഞ്ഞ് എനിക്കറിയില്ലായിരുന്നു ഈ ഡാമിൻ്റെ മുകളിൽ കയറാൻ പറ്റും എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുകളിലൊക്കെ കയറാൻ പോയി കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഒത്തിരി കയറണം കേട്ടോ. കയറി കഴിയുമ്പോൾ അടിപൊളി വ്യൂ, ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയേക്കുന്നതൊക്കെ കാണാൻ പറ്റും. അമ്മ കയറിയില്ല, ഞാനും അച്ഛനും എണ്ണേ കയറിയുള്ളൂ. അമ്മയ്ക്ക് അത്രയും ദൂരം സ്റ്റെപ്പ് കയറാൻ വയ്യ. സ്റ്റെപ്പ് മാത്രമല്ല, നല്ലൊരു കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വെയിലുള്ള ഒരു പ്രശ്നമുള്ളായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് യാത്ര വീണ്ടും തുടർന്ന് കുറച്ച് ദൂരമുള്ള യാത്രയുണ്ട്. അച്ഛനും അമ്മയും ക്ഷീണിച്ചു ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം നമ്മൾ തമിഴ്നാട് സൈഡിലേക്കാട്ടോ പോകുന്നത്. ആക്ച്വലി നമ്മൾ തെങ്കാശിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ കുട്രാളം വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോയിട്ടോ. ന്യൂ കുട്രാളമാണ്. ഓൾഡ് നമ്മൾ ചെന്നപ്പോൾ അടച്ചിട്ടിരിക്കുമായിരുന്നു. അവിടെ ഒരുപാട് മങ്കീസൊക്കെ ഉണ്ട്. ഇതാട്ടോ വൈബ്. ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.